ഹായ് ഗായ്സ്, അപ്പോൾ KFCയിൽ 180 കിലോ പഴകിയ ചിക്കൻ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇതൊന്നും അറിയാത്ത നമ്മൾ ഒരു അപ്പച്ചട്ടിയും കുക്കറും വാങ്ങാൻ വേണ്ടി മുകളിലേക്ക് പോയതാണ് കേട്ടോ. അപ്പോഴാണ് KFCയിൽ ഈ വർഷത്തെ 101ാമത്തെ ആനിവേഴ്സറി ബർത്ത്ഡേയോ എന്തോ ഒരു ഡബിൾ ഓഫർ ആയിരുന്നു. അടിക്കടി ഈ ആനിവേഴ്സറിയും ബർത്ത്ഡേ ഒക്കെ അടുപ്പിച്ച് വരുന്നോണ്ടായിരിക്കണം നമ്മൾ എങ്ങനെയൊക്കെയോ ഈ ഓഫർ ടൈമിൽ അവിടെ കാണും കേട്ടോ. അപ്പോഴാണ് കഴിഞ്ഞ ആഴ്ചത്തെ ഓഫറിൽ ചൂടോടെ കിട്ടാത്തതിന്റെ വിഷമം ഇന്ന് തീർക്കാന്ന് പറഞ്ഞ് നേരെ തള്ളിക്കൊണ്ട് KFCയുടെ ഔട്ട്ലെറ്റിലേക്ക് പോയത്. ഈ പഴകിയ ചിക്കന്റെ കഥ അറിഞ്ഞിട്ടായിരിക്കണം യൂഷ്വലി ഓഫർ ടൈമിലുള്ള തിക്കും തിരക്കും ബഹളം ഒന്നും ഇല്ലായിരുന്നു. ഇതൊന്നും അറിയാതെ ആ ക്യൂവിൽ ചിരിച്ചോണ്ട് നിൽക്കുന്ന നമ്മുടെ നിഷ്കളങ്കത നിങ്ങൾ കാണാതെ പോകരുത് ഗൈസ്. അങ്ങനെ ചൂടുള്ള KFC കഴിക്കാൻ പോകുന്നതിന്റെ ശുഷ്കാന്തി അണയാൻ പോകുന്ന വിളക്കാണെന്ന് നമ്മൾ അറിഞ്ഞില്ല ഗൈസ്. അങ്ങനെ 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഓർഡർ ഒക്കെ കൈ കിട്ടി ഗൈസ്. ആ ആക്രാന്തത്തിൽ ഓടിപ്പോയി കഴിച്ചപ്പോൾ നല്ല ചൂടോടെയാണ് കിട്ടിയെങ്കിലും KFCയുടെ ആ ഒതന്റിക് ടേസ്റ്റ് ഇല്ലായിരുന്നു. എന്തോ കരിഞ്ഞതോ പുകഞ്ഞതോ ചെറുതായിട്ടൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങനെ കഴിച്ചു കഴിയാറായപ്പോഴാണ് മനസ്സിലായത് ഒത്തിരി യൂസ് ചെയ്ത ഓയിലാണ് വീണ്ടും ഒരു ഫ്രൈ ചെയ്ത് തന്നത്. അങ്ങനെ വീണ്ടും നമ്മൾ ഡിസപ്പോയിന്റഡ് ആയ സ്ഥിതിക്ക് ഈ വർഷം ഇനി KFC കഴിക്കത്തില്ലെന്ന് പ്രതിജ്ഞ എടുത്തോളൂ. അങ്ങനെ മത്ത് പിടിച്ച് നമ്മൾ വയറും പൊക്കി വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഓർത്തത് കുക്കർ മേടിച്ചില്ലാന്ന്. ആ വിഷമത്തിൽ 2 റീൽ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഈ പഴകിയ ചിക്കന്റെ ന്യൂസ് നമ്മൾ കാണാനിടയായത്. അതോടുകൂടി സകലമാനം മൂടും പോയി ഗൈസ്. എന്താ ഒരു ഭാഗ്യമുള്ളതുകൊണ്ട് ഇതുവരെ വേറെ പ്രശ്നങ്ങളോ കുലുക്കങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും KFC ഇങ്ങനെ ഒരു പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.